കൊഹിനൂർ ഡയമണ്ട്. എൻ്റെ ദൈവമേ, ലൈഫിൽ ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടവർ ഓഫ് ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ ഗൈസ്, ഭയങ്കര വെറൈറ്റി. അതായത് പലതരം വെപ്പൺ. നോക്ക് മക്കളെ, നോക്ക് ഗൈസ്. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. സംഭവം നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ സ്പൈഡർമാൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ഓപ്പൺ ബസ്സിൽ ചാടി ഗൈസ്. Hey guys, welcome back to my channel Canada. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ലണ്ടനിലെ സെക്കൻഡ് ഡേ ആണ്, ആക്ച്വലി തേർഡ് ഡേ. ഇന്നലെ ഞാൻ ഷോർട്ട്സ് എടുത്തുള്ളൂ, വ്ലോഗൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ ഗ്രീൻ പാർക്ക് സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മൾ ഹോപ്പ് ഓൺ ബസ് കയറാൻ പോവാണ്. ഇവിടെ വിൻ്റർ ആണ് ആക്ച്വലി. എന്നിട്ടും ഇവിടുത്തെ പച്ചപ്പ് പോകുന്നില്ല ഗൈസ്, കാനഡ പോലെ. ആ കാണുന്നതാണ് ഹോപ്പ് ഓഫ് ബസ്, ബിഗ് ബസ്. ഇതിനകത്ത് കയറി നിങ്ങൾക്ക് ലണ്ടൻ ഫുള്ളൊന്ന് പെട്ടെന്ന് ചുറ്റാൻ പറ്റും. പിന്നെ വരും കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിങ്ങനെ QR കോഡ് ഉണ്ട് ഗൈസ്. ഇതും കയറി സ്കാൻ ചെയ്ത് നമുക്ക് മുന്നിൽ പോകാം. നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പാട്ടിലൊക്കെ കണ്ടു, പാട്ട് സീൻസിലൊക്കെ, വീഡിയോ സോങ്സ്, മൂവി സീൻസിലൊക്കെ ആ സംഭവം തന്നെ ഈ സംഭവം. ബാ നമുക്ക്. ഹായ്, വീഡിയോ ഏതാ? നിങ്ങൾക്ക് വേണ്ടി വളരെ റിസ്കി ഷോട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് എന്താണ് ലണ്ടനെ കുറിച്ച് പറയാനുള്ളത്? ഞാനൊന്നും പറയുന്നില്ലെന്ന്. കട്ട് ചെയ്യണം. ഓക്കെ, എന്നാ പേപ്പർ ആയിക്കോ. വാ, അടിപൊളി. അടിപൊളി അല്ലേ? ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോപ്പ് ഓഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെയാണ്. ഇത് അടിപൊളി. ഇങ്ങനത്തെ വ്യൂ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടിക്കറ്റ് എടുക്കുക. ഇൻഡിവിജ്വൽ ടിക്കറ്റ് ആണെങ്കിൽ £48 സംതിങ് അങ്ങനെ വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ലണ്ടൻ പാസ് എടുക്കുക. അതിനകത്ത് മൾട്ടിപ്പിൾ അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. എൻ്റെ കൂടെ ഉള്ളത് പ്രൊഫസർ ഇടിക്കുള്ള ചേച്ചി, അപ്പു and Kusu. The Canada flag guys. നോക്ക് മക്കളെ, നോക്ക്. അതുണ്ടോ. ഇതെന്തോ കുസു? അതെ, ഇവിടെ ഒരുപാട് അടിപൊളി നമുക്ക് ഓഡിയോ ഗൈഡ് ഉണ്ട് ഗൈസ്. ഈ ഓരോ ചെയറിന്റെയും ബാക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരുപാട് സ്റ്റേഷൻസ് എല്ലാ ചരിത്രവും കേട്ടുകൊണ്ട് യാത്ര ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഫീറ്റ് താഴെ നമ്മൾ പോകുന്നത്. എന്നിട്ട് സ്പീഡൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് സ്പീഡിലാണ്. ഈ കാണുന്നതാണ് ബിഗ് ബാൻ. ഇതിന്റെ ബാക്കുണ്ടോ ഓരോ ആംഗിൾ വ്യൂ. ആയിരം കൊല്ലം പഴക്കമുള്ള കാസിൽ ഗൈസ്. എൻ്റെ കൂടെ സ്പൈഡർമാൻ ഉണ്ട്. ഇത് സെന്റ് പോൾ കത്തീഡ്രൽ, വെസ്റ്റ്മിനിസ്റ്റർ ആബി. അങ്ങനെ നമ്മൾ ഓപ്പൺ ബസ്സിൽ ചാടി ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് ബക്കിംഗ്ഹാം പാലസിലോട്ടാണ്. ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം നടക്കാനുണ്ട്. അടുത്ത് തന്നെയാണ്. അവിടെ ഗാർഡ് ചേഞ്ചിൻ്റെ സംഭവമുണ്ട്. അത് ഫ്രീ ആണ് ആക്ച്വലി. അകത്ത് കയറുന്ന പുറത്തുനിന്ന് നമുക്കത് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ലണ്ടൻ പാസ് എടുത്തതുകൊണ്ട് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഈ പറയുന്ന അട്രാക്ഷന്. നമുക്ക് അകത്ത് കയറി
ഗാർഡ് ചേഞ്ച് കാണാം. ഗാർഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നൈറ്റ് ഷിഫ്റ്റ് വരെ ഡേ ഷിഫ്റ്റ് കയറത്തില്ലേ ഗാർഡ്സ് ബക്കിംഗ്ഹാം പാലസിലെ ആ സംഭവമാണ് ഈ സംഭവം. ഓക്കെ, തൊട്ടുപിറകിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. സംഭവം നടന്നുകൊണ്ടിരിക്കുക. ജനം കണ്ടോ ഗൈസ്? ഇത് കാണാൻ വന്ന് നിൽക്കുന്നത് കാണുന്നതാണ് ബക്കിംഗ്ഹാം പാലസ്. ഗായ്സ്, അപ്പോൾ ഇതാണ് ബക്കിംഗ്ഹാം ഇതാണ് ബക്കിംഗ്ഹാം പാലസും ഗാർഡ് ചേഞ്ചും. നേരത്തെ ഒന്ന് സ്പോട്ട് ഓടിച്ചാൽ 10:45 ഈ പരിപാടി നടക്കുന്നത്. 10:45 ചേട്ടാ നേരത്തെ ഒന്ന് സ്പോട്ട് ഓടിക്കുകയാണെങ്കിൽ കുറച്ച് വിശാലമായി കാണാം. ഇനി ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളുടെ മെയിൻ പരിപാടി ഫുഡ് അടി. അങ്ങനെ വിശന്ന് പണ്ടാരോടങ്ങി ഞങ്ങൾ എല്ലാവരുടെ മെഗ്ഡി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിച്ച് ഗൈസ്. ടേസ്റ്റ് അങ്ങനെ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അടുത്ത സ്പോട്ടിലേക്ക്. ടവർ ഹിൽ സ്റ്റേഷനിൽ എത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ ടവർ ബ്രിഡ്ജ് പോകുന്നുണ്ട്. ഉറക്കെ സംസാരിക്കണം, മൈക്കില്ല, മൈക്ക് എടുക്കാൻ മറന്നുപോയി. ബ്ലോഗർ മൈക്ക് എടുക്കാൻ മറന്നുപോയണ്ട് ഉറക്കെ സംസാരിക്കേണ്ട അവസ്ഥയിലാണ് ഗൈസ്. ഞങ്ങൾ ടവർ ഓഫ് ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുള്ള ദിവസമാണ് ലണ്ടനിൽ. ഇവിടെ വഴിയോരങ്ങളിൽ നമ്മുടെ നാട്ടിൽ പത്തോട പോലെ പല സംഭവങ്ങളും കാണാം. പീനട്ട്സും ആൽമണ്ടും കൂടെ കാരമലൈസ് ചെയ്ത് വറുത്ത് എടുക്കുന്ന ഒരു ഐറ്റം. സംഭവം കൊള്ളാല്ലേ, നല്ല ചൂട്. നിറച്ച് ഇത് സീകളാണോ? അല്ലല്ലോ, വേറെ എന്തോ ഒരു പറവ. കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങൾ മേടിക്കാൻ, ചെറിയ ചെറിയ ഭക്ഷണങ്ങളും കടികളും ചായയൊക്കെ മേടിക്കാനുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓ, ഇതുണ്ട് ഗൈസ്. ഇതാണ് ടവർ ഓഫ് ലണ്ടൻ ഗൈസ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഇപ്പോൾ Are you excited? I know you're excited. ടവർ ബ്രിഡ്ജ് കാണാം. Tower of London is a 1,000-year-old castle that protects the crown jewels. It was a secure fortress, a royal palace, and an infamous prison. Kings and queens demonstrated their power from here, shaping society and influencing our world. 1000 കൊല്ലം പഴക്കമുള്ള കാസിലാണ് ഗൈസ് ഈ കാണുന്നത്. കൊല്ലം പഴക്കമുള്ള കാസിൽ ഗൈസ്. ചുടുകട്ടകളാണ് ഗൈസ്.
കോട്ടയ്ക്കിടയിലൂടെ ഇറങ്ങുകയാണ് ഗൈസ്. ഓ വല്ലാത്തൊരു ഫീൽ ഗൈസ് ഇവിടെ. ഇവിടെ നമ്മളെ പ്രസനേഴ്സിലെ ജയിലിൽ അടയ്ക്കപ്പെടുന്നവരെ ഇവിടെ ഇട്ടാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് ഗൈസ്. അതിനകത്ത് ഭയങ്കര നെഗറ്റീവ് എനർജി ഗൈസ്. ഒരു നെഗറ്റീവ് എനർജിയിലല്ലേ പലരും ടോർച്ചർ ചെയ്യും മരണപ്പെടുകയും ചെയ്ത ആത്മാക്കളുടെ രോദനം ഗൈസ് അതിനകത്ത്. ഇതൊക്കെ ലൈഫിലെ വൺ ടൈം ഓപ്പർച്യൂണിറ്റി അല്ലേ നമ്മളിതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുക എന്നുള്ളത്. അങ്ങനെ ആ ടോർച്ചറിങ് ഏരിയയിൽ നിന്നും നമ്മൾ മുകളിൽ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കരടി ഗൈസ്. പീരങ്കി ആ ടവർ ബ്രിഡ്ജാണ് അങ്ങ് കാണുന്നത്. അങ്ങേക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത് ഗൈസ്. ഇതിനെ റേവൻ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ കാക്കയില്ലേ, നമ്മുടെ കാക്കയുടെ ഒരു വലിയ വേർഷനാണ് റേവൻ. ഭയങ്കര ജൈജാൻറ്റിക് ബേർഡാണ് ആക്ച്വലി കാക്ക വെച്ച് നോക്കുകയാണെങ്കിൽ. ഇത് ട്രൈറ്റേഴ്സ് ഗേറ്റ് ആണ് ഗൈസ്. ഇതിൻ്റെ പുറത്ത് വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയത്തില്ല. ആ റിവർ ഇവിടം വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വഴി പ്രസിഡൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ട് 1225 ഇയറിൽ ബിൽഡ് ചെയ്താന്ന് തോന്നുന്നു. ടവറിൻ്റെ മുകളിൽ കാണുന്ന കാഴ്ചയാണ് ഗൈസ്. ഇതിൻ്റെ സ്ട്രക്ചർ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇതേ അവിടെ ഒരു ഗാർഡുണ്ട്. സ്റ്റോറി ഓഫ് ദ പ്രിൻസസ് ഇൻ ദ ടവർ. ഇത് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്കുള്ള ഈ സ്ഥലമാണ് ഗൈസ്. ഈ വീടുകൾ അടിപൊളി. വളരെ ഒരു നാരോ സ്റ്റെയർ കേസ് ഉണ്ട് ഗൈസ്. മുകളിലോട്ട് കൊണ്ടുപോകും. എന്ത് നാരോ നോക്കിയേ, സൂക്ഷിക്കേ. തുരുമ്പ് പിടിച്ച കോട്ടാണ് ഗൈസ്. കോട്ടാകരല്ല, നമ്മൾ ബ്ലഡി ടവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും കാണാം ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജ്. ഇതൊരു ജയിൽ മുറിയായിരുന്നു ഗൈസ്. മുകളിലേക്ക് പോകാനുള്ള അനുവാദമില്ല, അതിനാൽ നമ്മൾ താഴേക്ക് പോകും. ഒരു 1.5 കോട്ട എന്തായാലും അല്ലേ. ഇപ്പോഴും ആ നിൽക്കുന്ന ആ സ്ട്രെങ്ത് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ സോളിഡ്. ഭയങ്കര ഒരു ഫീൽ ഗൈസ് ഇതിനകത്ത് നിൽക്കുമ്പോൾ. ഐ മീൻ ലൈക്ക് അത്രയും ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ ഇത്. അത്രമാത്രം ഹിസ്റ്റോറിക്കലായ. അവിടെ ഒരു സ്പീച്ച് ടൂർ ഗൈഡാണ് ഒരു ഗാർഡനെ കാണിച്ച. ശരിക്കും ഓരോ നിപ്പ് തന്നെ ഭയങ്കര പ്രൗഢിയാണ് അല്ലേ. പീരങ്കിയും അനുകൂല പോലെ. ഓ അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാം, നടക്കുകയും ചെയ്യും. ആക്ച്വലി അവർ ഒരുപാട് നേരം സ്റ്റിഫായിട്ട് നിന്നിട്ട് അവരുടെ മൂവ്മെൻറ്റ് എനിക്ക് മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവമാണ് തോന്നുന്നു ഈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ കണ്ണ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കത്തുള്ളൂ. ഈ തല പോലും അങ്ങോട്ടും ഇങ്ങനെയും പോകത്തില്ല. കോട്ടയത്താണ്, അതാണ് ഇവർ ഗാർഡ്സ് ഉള്ളത്. ക്രൗണും ജുവൽസും ഒക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് ഗൈസ്. നമ്മൾ കൊഹിനൂർ ഡയമണ്ട് കണ്ടു. കൊഹിനൂർ ഡയമണ്ട് എൻ്റെ ദൈവമേ, ലൈഫിൽ ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇവിടെ കൊഹിനൂർ ഡയമണ്ട് ഉണ്ടാവുമെന്നുള്ളതാണ്. ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. നമ്മുടെ ഇന്ത്യയിൽ നിന്നും എടുത്ത കൊഹിനൂർ ഡയമണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്, ഈ ടവർ ബ്രിഡ്ജിൽ. സോ ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ അകത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സമ്മതിച്ചില്ല.
ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗി. നമുക്കിങ്ങനെ രോമാഞ്ചം വരും അത് കാണുമ്പോൾ. ഇവിടെ ലണ്ടനിൽ വരുന്നവർ എന്തായാലും വന്ന് കാണണം, അടിപൊളി. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് മാർട്ടിൻ ടവറിലേക്ക് കയറുകയാണ്. അപ്പോൾ മാർട്ടിൻ ടവർ ബാക്കിൽ ഈ വഴി എൻട്രി കയറും. ഈ ടവറിൽ ഈ പറയുന്ന കോട്ടയ്ക്കകത്ത് 600 വർഷം ഫോർ ഓവർ 600 years 600 വർഷത്തോളം വൈൽഡ് ആൻഡ് എക്സോട്ടിക് ആനിമൽസിനെ ഇവിടെ കീപ്പ് ചെയ്തിരുന്നു ഇതിൻ്റെ അകത്ത്. നമ്മൾ വൈറ്റ് ടവറിനകത്താണ് പോകുന്നത്. വൈറ്റ് ടവറിനകത്താണ് ആക്ച്വലി ആർമറീസ് ഒക്കെ വെച്ചിരിക്കുന്നത്. വെപ്പൺസ് അല്ലേ, ആ കാലത്തെ വെപ്പൺസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ ടവറിനകത്താണ്. ഗൈസ് ഇത് കണ്ടോ, യുദ്ധഭടന്മാരിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കണ്ടോ? കിങ് ഹെൻറി 7. അത് 8 ആണല്ലേ? 7 അല്ല 8, സോറി. പുള്ളിയുടെ ആർമറി ആയിരുന്നു കഴിച്ചതില്ല. കുതിരയ്ക്ക് ഉടുപ്പിച്ചിരുന്ന ആർമറും കിങ് ചാൾസ് ഫസ്റ്റ്. അവർ സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതിയുണ്ടോ? ആ ഭിത്തി കാണുന്ന എല്ലാ ആർമേഴ്സാണ് ഗൈസ്. അത് ഭടന്മാരുടെ ആർമർ, അതങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ട, ഇത് മൂഷേട്ടകളായ ഭാര്യന്മാർക്ക് രാജാക്കന്മാർ ഇട്ട് കൊടുത്തിരുന്ന സമ്മാനമാണ്. എൻ്റെ കൂസിൻ്റെ കഴുത്തിൽ പറഞ്ഞ എടുത്തിട്ടാലോ, അല്ലെങ്കിൽ ജൈവംപുറി കൊണ്ട് കൊടുക്കാം, അഞ്ജുവിൻ്റെ കഴുത്തിലിടാൻ പറയാം. ഇത് ഈ കോട്ടയിലെ പള്ളിയാണ് ഗൈസ്, പ്രാർത്ഥനാലയം. ഗൈസ് ഇത് കണ്ടോ, യുദ്ധത്തിൻ്റെ നിയമപുസ്തകം. ഇത്രയും തിക്കായിട്ടുള്ള ബുക്കായിരുന്നു ഗൈസ്. സ്റ്റാഫ് വെപ്പൺസ് ആണ് ഗൈസ്. ശൂലം, ഓ മൈ ഗോഡ്, റോയൽ ആർംസ് ആൻഡ് ആർമർ. എന്തൊക്കെ തരം ഇതുണ്ടോ? രാജാക്കന്മാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാളുകൾ. തോക്കുകൾ. നിങ്ങൾക്കിതിൽ ഏത് തോക്കാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്താൽ എനിക്കിത് എടുത്ത് തരാനൊന്നും പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ ചുമ്മാ അറിഞ്ഞിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ കമൻറ്റ് റെസ്പോണ്ട് ചെയ്യാം എനിക്കേത് ഇഷ്ടപ്പെട്ടതെന്ന്. എന്തൊക്കെ ഡിസൈൻ തോക്കാണ് നോക്കുക ഗൈസ്. ഇതിൻ്റെയൊക്കെ മെക്കാനിസം കണ്ടോ? കത്തിയുടെയൊക്കെ ഡിസൈൻ നോക്കിയേ. ഈ വാള് പൊക്കാനുള്ള ശക്തികൾ നമുക്ക് കൊണ്ടോ ഗൈസ്. ജുവൽസ് പിടിപ്പിച്ച ആയുധങ്ങൾ. എന്തൊക്കെ തരം ആയുധങ്ങൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആയുധങ്ങൾ. ഐ മീൻ ലൈക്ക് ഫോട്ടോസിൽ പോലും കണ്ടിട്ടില്ല ഇത്രയും ഏൻഷ്യൻ്റ് ആയുധങ്ങൾ. ഇത് കണ്ടോ ഗൈസ്, ഭയങ്കര വെറൈറ്റി. അതായത് പലതരം വെപ്പൺസ് വെച്ചിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് കണ്ടോ, തോക്കുകൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കൂടെ മിക്സ് ചെയ്ത്, കത്തിയും എല്ലാം ആയിട്ട് വാള്. ഇത് ഭയങ്കര വെറൈറ്റി, എവിടെയും കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഗൈസ് ഒരു ഇങ്ങനെ പ്രസനേഴ്സിന് ഇങ്ങനെ കസേര ഇരുത്തിയിട്ട് തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുമായിരുന്നു ഗൈസ്. അങ്ങനെ തോംസണോ അങ്ങനെ ഒരു പ്രിസണറിനെ വെടിവെച്ച് കൊന്നപ്പം പറ്റിയ ഡാമേജാണ് ആ കാണുന്നത് ഗൈസ്. ഇതൊക്കെ എന്തോന്ന് സാധനം, ദൈവമേ. അതാണ് ബുള്ളറ്റ് എന്ന് പറയുന്ന സംഭവം. അതറിയത്തില്ല, ബട്ട് സ്റ്റിൽ പൊട്ടിത്തെറിക്കത്തില്ല. വന്നൊരു ഉമ്മ വെക്കും ഈ സാധനം ഷൂട്ട് ചെയ്ത്.
എന്തൊക്കെ തരം ഐറ്റംസ് ആയിരുന്നു ഗൈസ്. തല വെട്ടിക്കളയുന്ന സംഭവം, എക്സിക്യൂഷൻ അറ്റ് ദ ടവർ. ഇവിടെ അങ്ങോട്ട് തല വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരൊറ്റ വെട്ട്. എൻ്റെ ഭഗവാനെ, ഇത് രാജാവിന് ഫ്രീ കിട്ടിയതാണോ? അത് ഇത് ഏതാടാ കാട്ടു ബ്രാൻഡ്? ധൈര്യമാണ് എന്നെ കാട്ടി പറയുന്നതിന് എനിക്ക് എത്ര ധൈര്യമാണ്. എത്ര ധൈര്യം, 10 ധൈര്യം. ഗൈസ്, ഇനി നമ്മൾ ടവർ അങ്ങനെ ഫുൾ കണ്ടു ഓൾമോസ്റ്റ്. ചിലയിടത്തൊന്നും ഫോട്ടോഗ്രാഫിയോ വീഡിയോഗ്രാഫിയോ ഒന്നും അലൗഡ് അല്ലായിരുന്നു. അപ്പം നമ്മൾ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. അവിടെ അതൊന്നും എടുത്തില്ല. കംപ്ലീറ്റ് സംഭവം അടിപൊളി, മസ്റ്റ് വിസിറ്റ്. ലണ്ടൻ പാസ് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഇറ്റ് ഇസ് വേ ചീപ്പർ ഇഫ് യു ഏബിൾ ടു കവർ ലോട്ട് ഓഫ് അട്രാക്ഷൻസ്. അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് കവർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ലണ്ടൻ പാസ് എടുക്കുന്നതാണ് വാല്യൂ ഫോർ ദ പാസ്. ഗോ സിറ്റി പാസ്. ഇനി നമ്മൾ നേരെ ലണ്ടൻ ബ്രിഡ്ജ് പോവാണ്. സോറി, ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ടവർ ബ്രിഡ്ജ്. ശരിക്കും നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആ നീല ബ്രിഡ്ജിൽ ഭയങ്കര ഭംഗിയായിരുന്നു. അത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുമെങ്കിലും ദാറ്റ് ഈസ് നോട്ട് ദ റിയൽ ലണ്ടൻ ബ്രിഡ്ജ്. അത് ടവർ ബ്രിഡ്ജാണ്. ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ ടവർ ബ്രിഡ്ജിൽ പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാക്കിയുള്ള കാഴ്ചകൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്.